തുടരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. താടി വളർത്തി രൂപം മാറിയാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം, അതായത് ഈ വിദ്യാർത്ഥി മരിച്ചു മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറിലും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കർണാടകയിലും ആന്ധ്രയിലുമായ പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പാകെയുള്ള വിഷയമാണ്. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പുറത്ത് പറയാൻ വേണ്ടി പാടില്ല. കോടതി മുമ്പ് ഹാജരാക്കേണ്ട പ്രതിയാണ്. ബാക്കി പ്രൊസീജിയർ കുറച്ച് കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ നിലനിൽക്കായിരുന്നു. സുപ്രീം കോടതിയുടെ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് അന്ന് തന്നെ പ്രത്യേകമായ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം തന്നെയാണ് പ്രതിയെ പിടികൂടിയത്. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ആശ്വാസം നൽകുന്നുവെന്ന് നിതിൻ രാജിന്റെ അച്ഛൻ പ്രതികരിച്ചു. മറ്റുള്ള എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണം. മകൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. മകന് നീതി വേണമെന്നും കുടുംബം പ്രതികരിച്ചു. മറ്റ് അധ്യാപകരെ കൂടി പ്രതി ചേർക്കണമെന്ന് നിതിൻ രാജിന്റെ സഹോദരിയും ആവശ്യപ്പെട്ടു. വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. അവൻ്റെ കിരാതമായ ആ പ്രവൃത്തിയാൽ എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല, മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകൻ പഠിച്ചിറങ്ങി നല്ല ഡോക്ടറായി പോകാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അവനെ അവർ കൊന്നു തള്ളി. നിങ്ങൾ ചാനലിലും പത്രങ്ങളിലും എഴുതുന്നത് പോലെയല്ല, ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അത് വ്യക്തമായ കാരണങ്ങളും തെളിവുകളുമുണ്ട്. ഇന്ന് വരയ്ക്കും അവർ ഒരു വീഡിയോ ക്ലിപ്പിങ്ങുകൾ പോലും പുറത്തു വിട്ടിട്ടില്ല. വീണ് കിടക്കുന്നു എന്ന് പറയുന്നു. ആര് കൊന്നു തള്ളി എന്നാണ് ചോദ്യം, പിതാവിൻ്റെ ചോദ്യം രോദനത്തോടെയുള്ള. എൻ്റെ മകനെ ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യൂല. ചാടി മരിച്ചുവെന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൊട്ടിഘോഷിക്കുന്നു. ചാടി മരിച്ചല്ല, കൊന്നുകൊണ്ടിട്ടതാണ്. അവന് നീതി വേണം. നീതിക്ക് വേണ്ടിയാണ് ഈ പിതാവ്, കുടുംബം, സംഘടനകൾ എല്ലാവരും അലയുന്നത്. നിങ്ങളെല്ലാം അത് പുറത്തു കൊണ്ടുവരണം. പക്ഷേ ഡോക്ടർ എന്ന് പറയണ അവനിനി ഡോക്ടറായിട്ടിരിക്കാനുള്ള ഒരു പദവിയുമില്ല. ആരെ ഡോക്ടർ റാമെന്ന് മാധ്യമങ്ങളിൽ കൊടുക്കുന്നത്? ഡോക്ടറല്ല അവൻ, കൊലയാളി റാം, നരാധമൻ റാം. അവനെ പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകനെ ഏത് രീതിയിൽ പീഡിപ്പിച്ചോ അവൻ ആ രീതിയിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ പീഡിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അവനെ വീണ്ടും പുറത്തു കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അത് നടക്കൂല. അവന് അങ്ങേയറ്റം പ്രമാദകരമായ ഏത് വിധത്തിലുള്ള ശിക്ഷയാണ് അത് തന്നെ വാങ്ങിക്കൊടുക്കണം. വധശിക്ഷയെങ്കിൽ വധശിക്ഷ. ഇനിയെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ 100 ദിവസം വരെയും അയാൾ കർണാടകയിലോ മറ്റു പ്രദേശങ്ങളിലോ അല്ലായിരുന്നു. അയാൾ കേരളത്തിലെ വയനാട് തന്നെ ഉണ്ടായിരുന്നു. ഈ 100 ദിവസം വരെ വേണ്ടി വന്നു. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് 100ാമത്തെ ദിവസമാണ്. ഇതിന് വേണ്ടിയിട്ടൊരു, അതായത് അയാൾ അറസ്റ്റ് ചെയ്യാനുള്ളൊരു വിധി വന്നിട്ട്. പിന്നെ അയാൾ ഈ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ഒന്നും അല്ലായിരുന്നു. അയാൾ വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഉണ്ടായിട്ട് പോലും അയാൾ ഈ 100ാമത്തെ ദിവസമാണ് അയാളെ പിടികൂടിയത്. പിന്നെ ഇത്രയും നാളുണ്ടായിരുന്ന പോലീസ് സംഘത്ത് ക്രൈംബ്രാഞ്ചിന് ഞങ്ങൾക്ക് യാതൊരുവിധ വിശ്വാസവും ഇല്ലായിരുന്നു. ഇനിയുള്ള സംഘത്തെ വിശ്വസിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് വേണം പറയാൻ. കാര്യം ഇനി ഇതുപോലെ ആയിരിക്കാം, മറ്റു പ്രതികളെ കൂടി ചേർക്കുമ്പോൾ പോലും ഇതുപോലെ ആയിരിക്കാം. വിശ്വാസം ഇല്ല. കാര്യം പ്രതികളെ കൊണ്ടുവന്നാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. കാര്യം ഈ കേരളത്തിലുണ്ടായിട്ട് പോലും ഈ 100 ദിവസം വേണ്ടി വന്നു അയാൾ അറസ്റ്റ് ചെയ്യാനായിട്ട്. വിശ്വാസം ഇല്ല. മറ്റു പ്രതികളുടെ അന്വേഷണം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടും അറിയാം. ആ ഒരു രീതിക്കാണ്. കാര്യം പോലീസിന്റെ കാര്യത്തിലുള്ള വീഴ്ചയിലാണ് ഇത്രയും ദിവസം വേണ്ടി വന്നത്. അവർ പ്രോപ്പറായിട്ട് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ആ കുട്ടി, എങ്ങനെയാണ് അനി അവിടെ നിന്ന് ചാടിയതാണോ അത് അവനെ കൊന്നു തള്ളിയതാണോ ഇപ്പോഴും അറിയത്തില്ല. നമ്മൾ ആത്മഹത്യയിൽ മാത്രം വിശ്വസിക്കുന്നു. എന്താണ് അവിടെ നടന്നെന്നുള്ളൊരു ഇൻസിഡന്റ് പോലും ഈ 100ാമത്തെ ദിവസമായിട്ട് പോലും ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള അന്വേഷണ സംഘമെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം.
വലിയ നിരാശയോടുകൂടിയാണ് നിതിൻ രാജിൻ്റെ കുടുംബം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം ഈ പ്രതിക്ക് വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയതാണ്. സുപ്രീം കോടതി വരെയും ജാമ്യം നിഷേധിച്ചിട്ടും പോലീസ് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇയാളെ പിടികൂടിയില്ല? അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിതിൻ രാജിൻ്റെ മരണത്തിൽ പുതിയ അന്വേഷണം വേണമെന്നൊരു ആവശ്യം അവർ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ അറിയിക്കും, ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് ആക്ഷൻ കൗൺസിലും പ്രതികരിച്ചത്. തൃപ്തികരമല്ലായിരുന്നു. ക്രൈംബ്രാഞ്ച് ഈ കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായി ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകിയത്. ഇത്രയും തെളിവുകളുണ്ടായിട്ടും 2 കോടതികൾ ജാമ്യം തള്ളി, മൂന്നാമത് സുപ്രീം കോടതി ജാമ്യം തള്ളിയിട്ടും ക്രൈംബ്രാഞ്ച് പോലീസ് ഈ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തെ മാറ്റി പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിക്കണം എന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെടാനാണ് കുടുംബവും ആക്ഷൻ കൗൺസിലും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഉള്ള തീരുമാനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 28, 29 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ അറസ്റ്റ് സ്വാഗതാർഹമാണ്. പക്ഷേ യഥാർത്ഥ പ്രതികളായ അധ്യാപകരായ മറ്റ് ചില ആളുകൾ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അവരെ കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടാനുള്ളത്. അതേസമയം പ്രതി അന്വേഷണവുമായി സഹകരിക്കുമെന്നും ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തതിന്റെ സമ്മർദ്ദമാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമെന്നും ഡോക്ടർ റാമിന്റെ അഭിഭാഷകൻ പറഞ്ഞു. നമ്മുടെ ഡോക്ടർ റാം സർ ഇതിൽ ഒരു വിധത്തിലും ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. നമുക്ക് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിശ്വാസമുണ്ട്, അവർ ഫെയറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇയാൾ കുറ്റവാളി അല്ല എന്നൊരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി അടക്കം ഈ ഇൻവോൾവ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. Supreme Court, our party has been up to Supreme Court, but when the matter is under investigation, there are some stray allegations were made in the statements. What the parents have filed a complaint, but those statements are nothing to do with this my client, because now what transpired on the day, some other 2 more affairs were registered. You know that. And in that case, how the victim, we'll respect the parents, we'll first of all console their parents. Anyhow, their parents have lost their son. We are not into that, we are respect them. But the thing is, the investigation papers or the investigation, the truth will come out. What is the role of my client? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.